ഇ.പി. രാജഗോപാലന്റെ പുസ്തകം എൻ്റെ സ്ത്രീ അറിവുകൾ ചർച്ച ചെയ്തു. പയ്യന്നൂരിൻ്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിൻ്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. വെങ്കല പാരമ്പര്യത്തിൻ്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇ.പി. രാജഗോപാലന്റെ എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന പുസ്തകം ചർച്ച ചെയ്തു. അധ്യാപികയും എഴുത്തുകാരിയുമായ ടി ബിന്ദു പുസ്തകം അവതരിപ്പിച്ചു. അപ്പോൾ ലേഖനത്തിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ കഥയുടെ അനുഭൂതി പകരുന്ന ലേഖനങ്ങൾ എന്ന് പറയാം ഈ പുസ്തകത്തെ. ഒരു കഥ വായിക്കുന്ന സുഖത്തോടെ നമുക്ക് ഈ ലേഖനത്തെ വായിക്കാം. ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. അതാണ് എൻ്റെ സ്ത്രീ അറിവുകൾ എന്നുള്ള. എഴുത്താൾ യാദൃച്ഛികമായി പരിചയപ്പെട്ടവർ, ചിലപ്പോൾ പരിചയപ്പെടാതെ നിരീക്ഷിച്ചവർ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട 23 സ്ത്രീകളെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് പുസ്തകത്തിലുള്ളതെന്നും വായനക്കാർക്ക് കഥകൾ പോലെ വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്ത് രീതിയാണെന്നും അവതാരക പുസ്തകം പരിചയപ്പെടുത്തി പറഞ്ഞു. കെ ലക്ഷ്മണൻ മാസ്റ്റർ, തമ്പാൻ മാണിയാട്ട്, ടി വി പത്മനാഭൻ, പി വി സരിത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇ.പി. രാജഗോപാലൻ തൻ്റെ പ്രതികരണത്തിൽ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. പരിപാടിയിൽ വെച്ച് ഇ.പി. രാജഗോപാലൻ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകശേഖരം കൈമാറുകയും ചെയ്തു. വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി വി ഉണ്ണിരാജൻ സ്വാഗതം പറഞ്ഞു. പി രാജേഷ്, പി ദിലീപ് കുമാർ, എം നാരായണൻ, ദീപ ഇ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചന്ദേര. പയ്യന്നൂരിൻ്റെ വെങ്കലപ്പെരുമയും തഞ്ചാവൂരിൻ്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു. പൊതുവാൾ ബ്രാസ്, പയ്യന്നൂർ. വിവിധ വലുപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ, പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും. വെങ്കല പാരമ്പര്യത്തിൻ്റെ 98 വർഷങ്ങൾ. പൊതുവാൾ ബ്രാസ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.